പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. ഇവിടെ മക്കളെ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ചില ആധിപത്യങ്ങള്, ശക്തികള്, അവകാശങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തിന്മയുടെ സാന്നിധ്യങ്ങളെയും നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശുമരണ ശക്തിയിലൂടെ, കർത്താവിന്റെ ദിവ്യ കാരുണ്യ ശക്തിയിലൂടെ നമ്മളെ വീണ്ടെടുക്കുന്ന സ്വർഗീയമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നിങ്ങള് ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പങ്കുവച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഈ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത മാസമൊക്കെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരോ മേഖലകളിലും ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ അതിശക്തമായ ഇടപെടല് നമ്മൾ അനുഭവിക്കാനും അത് സ്വന്തമാക്കി മക്കൾക്ക് കൊടുക്കാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മള് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വിടുതലിന്റെ മേഖല, ശാപവാക്കുകളുടെ പൈശാചിക ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ വിടുവിക്കണം. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മുടെ വീട്ടില്, നമ്മുടെ തലമുറകളില് നിലനിൽക്കുന്ന ചില ശാപവാക്കുകളുടെ ആധിപത്യ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഓരോ വാക്കിനും ഒരാത്മാവുണ്ട്, ജീവനുണ്ട്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞ് എന്ന് ഒരപ്പൻ ഒരു മകനോട് പറയുമ്പോ, ഒരു മകളോട് പറയുമ്പോ, ആ അനുഗ്രഹത്തിന്റെ ഒരാത്മാവ് ആ കുടുംബത്തിലേക്ക്, ആ മകനിലേക്ക്, ആ മകളിലേക്ക് കടന്നു വരും. അത് പരിശുദ്ധാത്മാവാണ്, അനുഗ്രഹത്തിന്റെ ആത്മാവ്. എന്നാൽ ഒരു അപ്പൻ പറയാണ്, നീ ഒരിക്കലും രക്ഷപ്പെടില്ല, നീ ഗതി പിടിക്കില്ല, നീ അനുഭവിക്കും. അങ്ങനെ പൈശാചികമായ നശീകരണത്തിന്റെ വാക്കുകൾ പറഞ്ഞാല് ശപിച്ചു പറയാം, അല്ലെങ്കിൽ പ്രാവുക, ഗതി പിടിക്കത്തില്ലെന്ന് പറയുക. അങ്ങനെയൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ആ കുടുംബത്തിൽ, ആ വ്യക്തിയിൽ മാത്രമല്ല, ആ കുടുംബത്തില് തലമുറകളില് അതിന്റെ ഒരു ആധിപത്യം ഉറപ്പിക്കപ്പെടും. നമുക്കറിയാം, ആ വാക്കിനൊരു ആത്മാവുണ്ട്. അനുഗ്രഹത്തിന്റെ വാക്കിനൊരു ആത്മാവുള്ളത് പോലെ തന്നെ ശാപത്തിന്റെ വാക്കിനും ഒരു ആത്മാവുണ്ട്. അത് പിശാച. അവൻ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തി ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ശാപവാക്കുകൾ അത് ചിലപ്പോ അഭിഷിക്തരിലൂടെ ആകാം, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെ ആകാം, ഭർത്താവിലൂടെ ആകാം, ഭാര്യയിലൂടെ ആകാം, മരുമക്കളിലൂടെ ആകാം, മക്കളിലൂടെ ആകാം, സഹോദരങ്ങളിലൂടെ ആകാം, ആരിലൂടെയും ആകാം. അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ സ്നേഹിച്ചും ക്ഷമിച്ചും അനുഗ്രഹിച്ചും ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ വെറുത്തും പ്രാവിയും ശപിച്ചും ഭിന്നിച്ചും കലഹിച്ചും നമ്മൾ അകറ്റുമ്പോ ആ കുടുംബത്തില്, ആ തലമുറയില്, ആ വീട്ടില്, ആ പാരമ്പര്യത്തില്, ആ അന്തരീക്ഷത്തിൽ പോലും വലിയ പൈശാചിക ശക്തി കടന്നു വരും. വിശുദ്ധ ബൈബിളിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്കറിയാം. നോഹിന്റെ മക്കള് ഷേം, ഹാം, യാഫത്ത്, ഈ 3 മക്കള് അപ്പന്റെ നഗ്നത കണ്ടിട്ട് ഹാം ചെയ്ത പ്രവൃത്തി എന്താ? അവനിത് എല്ലാവരും ചെന്ന് പറഞ്ഞു. അപ്പന്റെ കടപ്പ് കണ്ടില്ലേ, മദ്യപിച്ച് ലക്കുകെട്ട് ഉടുതുണിയില്ലാതെ കിടക്കുന്ന അപ്പന്റെ നഗ്നത മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിച്ചു. പിന്നീട് സംഭവം അറിയാം. ഷേമും യാഫത്തും
അത് മറച്ചുകൊണ്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ നോഹ പറയുന്നുണ്ട്, കാനാൻ ശപിക്കപ്പെടട്ടെ. ഒരു ശാപത്തിന്റെ വാക്ക് ഈ അപ്പൻ പറയാ. കാനാൻ ആരാ? ഹാമിന്റെ മകൻ. കാനാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നാലും അപ്പന്റെ ശാപം മകന്റെ മകനിലേക്ക് കൈമാറുന്നൊരവസ്ഥ. ഇത് തലമുറകളിലേക്ക് ഇങ്ങനെ കടക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാം, ആദാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ കുടുംബത്തില് ഒരു വാള് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ പാപത്തിലൂടെ ആ കുടുംബത്തിൽ വാള് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അത് പിന്നീട് ആ കുടുംബത്തെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയുണ്ട്. കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ ഒത്തിരി വെറുപ്പ്, എന്താ പറയുക, വ്യഭിചാരം, ബലാത്സംഗം, കൊലപാതകം, മദ്യപാനം എല്ലാം കടന്നു. അതിൽ നിന്ന് സോളമൻ ബലിയർപ്പിച്ചൊക്കെ ഒരു കണക്കിന് രക്ഷപ്പെട്ട് രാജ്യഭരണം ഏറ്റെടുക്കുന്ന ജ്ഞാനം കിട്ടുന്നത്. എന്നാൽ പിന്നീട് ആ വാളിന്റെ ശക്തി, വ്യഭിചാര ദുർഭൂതത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി സോളമനെയും അതുപോലെ നശിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിലും തലമുറകളിലും നിൽക്കുന്ന ഇങ്ങനെയുള്ള ശാപത്തിന്റെ വാളിന്റെ സാന്നിധ്യങ്ങൾ, അത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പ്രാവുന്ന മക്കളെ ശപിച്ചു ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ചില കുടുംബത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ ഒച്ചപ്പാടും ബഹളം തുടങ്ങിയ പിന്നെ കാരണന്മാരും അവരനുഭവിക്കും. കണ്ടോ, ദൈവം നിന്നെ ശിക്ഷിക്കൂടി, നീ കണ്ടോടാ, കണ്ടോടി എന്നൊക്കെ പറഞ്ഞ് ഈ കാരണന്മാരങ്ങള് മക്കളെ അങ്ങ് പ്രാവുക, ശപിക്കുക. അല്ലെങ്കിൽ പലതും പറഞ്ഞു, നിന്റെ ജന്മം തന്നെ വേണ്ടാത്തായിരുന്നു, അല്ലെങ്കിൽ നീ ഒരു വേണ്ടാത്ത കൊച്ചായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞിനെ ശപിക്കുമ്പോ പ്രാകുമ്പോ ഒത്തിരി വേദനയാണ്. അതിന്റെ ഒരു ആധിപത്യമുണ്ട്, ഒരു പൈശാചിക ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക വേറെ ഒന്നുമില്ല മക്കളെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശാപവാക്കുകളുടെ, പ്രാകലിന്റെ വാക്കുകളുടെ, വെറുപ്പിന്റെ വാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള പൈശാചിക ശക്തികൾ ഇത് നമ്മുടെ മക്കളെ, മക്കളുടെ മക്കളെ, തലമുറകളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും തലമുറയിലും കടന്നു വന്നിട്ടുള്ള എല്ലാ ശാപവാക്കിന്റെ ശക്തികളെ, അരൂപികളെ, അതിനാധിപത്യങ്ങളെ, അവകാശങ്ങളെ യേശുവിന്റെ നാമത്തില്, കർത്താവിന് കുരിശുമരണ ശക്തിയില് നിർവീര്യമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താല്, അനുഗ്രഹത്തിന്റെ അഭിഷേകത്താല് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വീടിനെ, മണ്ണിനെ, അന്തരീക്ഷത്തെ, ഇനി ഞാൻ പറയാം, വീട്ടിൽ പോലും, ആ പറമ്പിൽ പോലും, ആ അന്തരീക്ഷത്തിൽ പോലും ഈ സാന്നിധ്യ ശക്തി ഉണ്ടാവും. അത് നമുക്ക് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ സ്നേഹിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ചില കാര്യങ്ങൾ സഹിച്ച്, ക്ഷമിച്ച് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. ആ മക്കളെ അനുഗ്രഹിച്ചൊക്കെ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ശിരസിലൊക്കെ കൈവച്ച് അവരുറങ്ങുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷയ്ക്ക് പോണക്ക് മുൻപ് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുക. ഇന്റർവ്യൂവിന് പോണക്ക് മുൻപ് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുക. നിങ്ങൾ അനേകം പേര് അച്ഛനെ കാണാനും അച്ഛൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനും വേണ്ടി വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ എനിക്ക് ഒത്തിരി സമയമില്ല, ഒത്തിരി തിരക്കാണ്. കൺവെൻഷനുകള്, റെക്കോർഡിങ്ങുകള്, പിന്നെ ഇവിടുത്തെ ശുശ്രൂഷ, പുറത്തുള്ള ധ്യാനങ്ങള്, ഷെക്കനാജ്, അല്ലെങ്കിൽ ശാലോം TV റെക്കോർഡ്, ഒത്തിരിയേറെ ശുശ്രൂഷകളാണ്. എന്നോട് പ്രാർത്ഥിക്കണം, ഒരുങ്ങണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ധ്യാനം വന്ന് കൂട്, കർത്താവിന്റെ സന്നിധിക്കുക. ഞാൻ പറയും, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി പല മാതാപിതാക്കൾ ശ്രമിക്കുമ്പോ ഞാൻ പറയും, എന്റെ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച്, ശിരസിൽ കൈവച്ച്, ഒരു കുടിച്ചടയാളം മുദ്ര വെച്ച്, മക്കൾക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്നൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. അഭിഷേകത്തോടെ, ആ ഒരു സ്നേഹത്തോടെ കർത്താവിന്റെ സന്നിധിയില് ദൈവം ഭരമേൽപ്പിച്ച മക്കളെ, ആ അധികാരത്തിന്റെ ശക്തിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. അച്ഛൻ പ്രാർത്ഥിക്കില്ലെന്നല്ല പറയാ, ഞാൻ പറയുമ്പോൾ ഞാൻ വന്നെങ്കിൽ രണ്ടാം ശനിയാഴ്ച നിങ്ങൾ വരിക, അല്ലെങ്കിൽ ധ്യാനത്തിന് വീക്കെൻഡ് ധ്യാനം വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ഞായറാഴ്ച അവസാനിക്കും. ഞാൻ പറഞ്ഞില്ല, അടുത്ത ധ്യാനം 28 മുതൽ 30 വരെയാണ്. ഡേറ്റ് ഒക്കെ നോക്കുക. നമ്മൾ ഇതിന്റെ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് പോസ്റ്ററിൽ നമ്മൾ ധ്യാന ഡേറ്റുകളൊക്കെ ഉണ്ട്. ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക്
പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അന്തസ്സിന്റെ ശക്തീകരണത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടിയൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്ന വാക്കുകളിലൂടെ കടന്നു വന്ന, ശാപവാക്കുകളിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികളെ, അതിന്റെ പ്രവൃത്തികളെ, ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവിനെ കുരിശു പറഞ്ഞ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കാം. പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്ന, വചനത്തിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടുന്ന ഭവനങ്ങളായിട്ട്, മക്കളായിട്ട്, ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കൾ മാറട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു വലിയ വിടുതലിനും, വിടുതൽ മാത്രമല്ല അഭിഷേകത്തിനും, പരിശുദ്ധാത്മാവിന്റെ നയിക്കലിനും നിയന്ത്രണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധമ്മ അവനെ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മരിച്ചുപോയ ഞങ്ങളുടെ പൂർവികരെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ കരുണയാൽ നിറച്ച്, അങ്ങയുടെ വലിയ സ്നേഹത്താൽ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ തലമുറയെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമാവിധം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങി ആരാധിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളോർത്ത്, അകൃത്യങ്ങളോർത്ത്, അനുസരണക്കേടിനെയോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അതിന്റെയൊക്കെ പേരില് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ശാപത്തിന്റെ വാക്കുകൾ, ദേഷ്യം വന്നപ്പോ, അനുസരണക്കേട് കാണിച്ചപ്പോ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പോയപ്പോ, ചിലപ്പോഴെങ്കിലും പ്രമാണങ്ങളെ ലംഘിച്ച് തോന്നിയ മാതിരി ജീവിച്ചപ്പോ ശപിച്ചു പോയ മാതാപിതാക്കള്, മക്കളെ ശപിച്ചവര്, ഭർത്താവിനെ ശപിച്ചവര്, ഭാര്യയെ ശപിച്ചവര്, സഹോദരങ്ങൾ ഒത്തിരിയേറെ സ്നേഹത്തിന്റെ ചൈതന്യം വിട്ട് ശപിച്ചവര്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളില് ഒന്നുപോയ വീഴ്ചകളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഓരോ വാക്കിലൂടെയും കടന്നു വന്ന പൈശാചിക ശക്തികൾ ഞങ്ങൾ അറിയുന്നു. അനുഗ്രഹിക്കേണ്ടതിന് പകരം ശപിച്ചപ്പോ, പ്രാഗിയപ്പോ, വെറുപ്പ് വച്ച് സംസാരിച്ചപ്പോ, കുറ്റം പറഞ്ഞപ്പോ, താഴ്ത്തി കെട്ടിയപ്പോ, കർത്താവേ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞപ്പോ, ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞപ്പോ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക് കടന്നു വന്ന പൈശാചിക ശക്തികള്, ശാപത്തിന്റെ വാക്കിന്റെ അരൂപികള് ഈശോയെ ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ മേല്, ഞങ്ങളുടെ വീടിന്റെ മേല്, ജോലി മേഖലകളുടെ മേല്, സാമ്പത്തിക മേഖലകളുടെ മേല്, പഠന മേഖലകളുടെ മേല്, എല്ലാത്തിനും മേൽ കടന്നു വന്നിരിക്കുന്ന ശാപത്തിന്റെ വാക്കിന്റെ അരൂപികളെ, നീ പഠിച്ച് ജയിക്കത്തില്ല, നിനക്ക് ജോലി കിട്ടത്തില്ല, നീ എങ്ങ് എത്തില്ല എന്നൊക്കെ നീ എങ്ങും എത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശപിച്ചു പോയ വാക്കുകള് ഇത് ഞങ്ങളുടെ മക്കളെ എങ്ങും എത്താതെ, ജോലി കിട്ടാതെ, പഠനത്തിൽ മുന്നേറാൻ പറ്റാതെ, സാമ്പത്തികമായി തകർന്ന് പോകുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒത്തിരി അരൂപികള് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞങ്ങളുടെ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തലമുറയെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ അരൂപികളെയും, എല്ലാ ശക്തികളെയും ഞങ്ങൾ ഒരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ ഈ ശാപശക്തികളെ, ഈ ദുരാത്മ ദുർഭൂതങ്ങളെ, ഈ നശിപ്പിക്കുന്ന അരൂപികളെ യേശുവിന്റെ നാമത്തില് ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി കർത്താവേ കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അത് ഞങ്ങളെ വിട്ടു പോകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടു പോകട്ടെ, ഞങ്ങളുടെ മക്കളെ വിട്ടു പോകട്ടെ, ഞങ്ങളുടെ തലമുറയെ വിട്ടു പോകട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ടു പോകട്ടെ. അനുഗ്രഹത്തിന്റെ അഭിഷേകം നിറയട്ടെ കർത്താവേ. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, സാമ്പത്തിക മേഖലകളിലേക്ക്, ജോലി മേഖലകളിലേക്ക്, പഠന മേഖലകളിലേക്ക് അനുഗ്രഹത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന, രക്തബന്ധത്തിൽ നിന്ന് വന്ന ശാപവാക്കിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിടുവിക്കുന്നു. ഞങ്ങളും അറിയാതെയോ പറഞ്ഞു പോയ വാക്കുകള്, ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയ വാക്കുകള്, ഞങ്ങളുടെ മക്കളിലേക്ക് കടത്തിവിട്ടിട്ടുള്ള പൈശാചിക ശക്തികളെ കർത്താവ് ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും തലമുറയും അനുഗ്രഹത്തിന്റെ വാക്കിന്റെ ശക്തിയാൽ നിറയട്ടെ, അനുഗ്രഹത്തിന്റെ ആത്മാവാൽ നിറയട്ടെ, വളർച്ചയുടെ ആത്മാവാൽ നിറയട്ടെ, സന്തോഷത്തിന്റെ ആത്മാവാൽ നിറയട്ടെ, ഗതി പിടിക്കുന്ന ആത്മാവിനാൽ നിറയട്ടെ, വിജയം ഭരിക്കുന്ന ആത്മാവിനാൽ നിറയട്ടെ, എല്ലാ കൃപകളും കൊണ്ട് നിറയട്ടെ.
കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും വീടിനെയും മണ്ണിനെയും സാമ്പത്തിക ജോലി ബിസിനസ് മേഖല ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ അഭിഷേക ശക്തി വ്യാപരിക്കാനും ശാപത്തിന്റെ വാക്കുകളുടെ എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും അവസാനിപ്പിക്കാനും വേണ്ടി ഇതാ കർത്താവിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകുന്നു. മക്കളെ, ഈ ആശീർവാദത്തിലൂടെ ഇത് സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ തലമുറയെ, കുടുംബത്തെ, മക്കളെ, അവസ്ഥകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ അഭിഷേക ശക്തി നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ ഇനി അങ്ങോട്ട് നയിക്കപ്പെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ ദിവ്യവരങ്ങളും ചിന്തിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ സമർത്ഥമായ ശക്തി നിറച്ചുകൊണ്ട് ശാപത്തിന്റെ വാക്കിന്റെ രൂപികളെ, അതിന്റെ ആധിപത്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് ആ കൃപ സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാൻ വേണ്ടി വന്ന കർത്താവെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ശക്തിയാൽ ആ ജീവന്റെ സമൃദ്ധിയില് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയിൽ വളരട്ടെ, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. സമാധാനവും സന്തോഷവും വിശുദ്ധിയും ചൈതന്യവും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും തലമുറയിലും നിറയട്ടെ. ആമേൻ.